ഹായ് നമസ്കാരം. ചാണക്യൻ ചാനലിലെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ വിഷുവിന് പ്രത്യേകതയുണ്ട്. കാരണം എന്താ പറയുക, എല്ലാ വർഷത്തിലും ഏപ്രിൽ 14-ാം തീയതിയാണ് വിഷു. പക്ഷെ ഈ വർഷം 15-ആണ്. അതിങ്ങനെ കിട്ടുന്നത് ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അവസരമാണ്. അപ്പോൾ ഇന്ന് ഈ വിഷുവിനെ കുറിച്ച് നമ്മുടെ സംഗീത സംവിധായകൻ ജോയ് നന്ദനുമായി ചെറിയ ഒരു സംഭാഷണം. അദ്ദേഹത്തിൻ്റെ പുതിയൊരു പാട്ട് റിലീസായിട്ടുണ്ട്, ഈ വിഷുവിൻ്റെ മനോഹരമായൊരു പാട്ട്. അതിനെക്കുറിച്ചും നമുക്ക് കേൾക്കാം. ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് നമുക്ക് ജോയ് നന്ദന സാറിൻ്റെ അരികിലേക്ക് പോകാം. ഹായ്, നമസ്കാരം ജോയ് ചേട്ടാ. ഒരുപാട് സന്തോഷം. നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ആണ് വന്നൊന്ന് കണ്ടുമുട്ടി, കുറച്ചു നേരം നമ്മൾ സംസാരിച്ചു. അതെ, തീർച്ചയായിട്ടും. അതിനുശേഷം ഇപ്പോൾ വിഷു വന്നു. അപ്പോഴറിഞ്ഞത് പുതിയൊരു പാട്ട് ജോയ് ചേട്ടൻ്റെ റിലീസായി എന്നറിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷുവിന് അത് നമ്മൾ പിന്നേക്ക് വെക്കുന്നത് ശരിയല്ലാത്ത കാര്യം. ചില വിഷുവിന് ഇത്രയും നല്ലൊരു സദ്യ ജോയ് ചേട്ടൻ വിളമ്പിയിരിക്കുമ്പോൾ ആ സദ്യയുടെ എന്താണ്, ആ സദ്യയിൽ ചേർന്ന ചേരുവകൾ, അല്ലെങ്കിൽ ആ സദ്യ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നതിനെ പറ്റിയിട്ട് കൂടി കേൾക്കാൻ നമ്മുടെ ഓഡിയൻസിന് താല്പര്യം ഉണ്ടാകും. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ നല്ലൊരു ദിവസം ഇന്ന്, അത് ഇപ്രാവശ്യത്തെ ഈ എന്താ പറയുക, വിഷുവിന് പ്രത്യേകത കൂടിയുണ്ട്. എല്ലാ വർഷത്തിലും ഏപ്രിൽ 14-ാം തീയതിയാണ് വിഷു. അന്ന് നമ്മുടെ കേൾവി തൊട്ടിട്ടുള്ള കാലം തൊട്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ വർഷം നമ്മുടെ വിഷു ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഏപ്രിൽ 15-ാം തീയതിയാണ്. അപ്പൊ അതൊരു വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു വലിയൊരു പ്രത്യേകത കൂടിയാണ് ജോയ് ചേട്ടൻ്റെ ഈ പുതിയൊരു പാട്ട് റിലീസായിട്ടുള്ളത്. അപ്പൊ ആ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. ഒരുപാട് സന്തോഷത്തോടു കൂടി. തീർച്ചയായും എൻ്റെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള, എല്ലാവർക്കും ഹാപ്പി വിഷു. കാരണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു ഏപ്രിൽ 14-ാണ് നമ്മൾ വർഷങ്ങളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും ഏപ്രിൽ 15-ന് 2026-ലാണ് നമുക്ക് ഈ 2026 മാത്രമാണ് ഈ ഒരു ഡേറ്റ് വന്നിരിക്കുന്നത്. അത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അതങ്ങനെ വരുന്നതാണ്. അത് നമ്മളൊന്നും അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മളെപ്പോഴും ഏപ്രിൽ 14 പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വ്യക്തിത്വമാണ്. ഞാൻ തന്നെ ഇന്ന് രാവിലെ ഇന്നല്ലേ വിഷു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഹാപ്പി വിഷു എന്നിട്ട് നാട്ടുകാർ അടിക്കത്തില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും ചെയ്യില്ല. പിന്നെ എനിക്കൊരുപാട് സന്തോഷമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നൊരു ദിവസം എൻ്റെ സംഗീതത്തില് ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ, പാവപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു പാവം പയ്യനാണ് രാജേഷ് തനൈ. ആ കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ കുഞ്ഞിന് തന്നെ ഒരുപാട് പാട്ടുകൾ കൊടുത്തു. ഇപ്പൊ ഈ ഇന്നിപ്പോ റിലീസ് ചെയ്തിരിക്കുന്ന ഗാനം പാടിയിരിക്കുന്ന ആ കുട്ടിയാണ്. ഈ പാട്ട് അതെ, വിഷുവിന്റെ പാട്ട്. കണ്ണാ നിനക്കെന്റെ നാദത്തിൻ പൂക്കളായി നൽകുന്നു ഞാനൊരു സ്വരദക്ഷിണ. അങ്ങനെ പോകുന്നത് അത് ഒരു ഗുരുദക്ഷിണയും സ്വരദക്ഷിണയാണത്. നല്ല വരികളാണ് കേട്ടോ. അയ്യോ, വരികള് എഴുതിയിട്ടുള്ള ആളിനെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുമില്ല. അത് ആലപ്പുഴയുള്ള ഒരു എൻ്റെ സുഹൃത്താണ്. നല്ലൊരു ആത്മബന്ധമുള്ള എൻ്റെ പ്രിയപ്പെട്ട അജിത്ത് വാരനാടാണ് ആ വരികൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രവാസികൾക്ക് പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ പ്രവാസത്തിലിരിക്കുമ്പോഴാണ് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ പാട്ടുകൾ വരികൾ എഴുതി നമുക്ക് തരിക. അപ്പൊ നമ്മളതിവിടെ ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ നാട്ടിൽ പോവാം എന്ന് വിചാരിക്കും. നാട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സാഹചര്യത്തിൽ അവരെ കണ്ടുമുട്ടാൻ സാധിക്കില്ല. അതെ, തീർച്ചയായിട്ടും. അജിത്തിനെ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. അജിത്തിന്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ വരികൾക്ക് ഞാൻ ഈണം പകർന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അവനെയും കുടുംബത്തിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അത് വല്ലാത്തൊരു സംഭവമാണ്. നല്ല നല്ല വരികളും ചില ഇപ്രാവശ്യത്തെ വിഷുവിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സദ്യ കൂടിയാണ്. നല്ല വരികളല്ലേ. നല്ലൊരു നമ്മുടെ കുവൈറ്റിൽ, അതുപോലെ ചോദിച്ചിട്ട് നമ്മുടെ കുവൈറ്റിൽ ഒരുപാട് നമ്മൾ അറിയപ്പെടാത്ത ഒത്തിരി കലാകാരന്മാരുണ്ട്. തീർച്ചയായിട്ടും നല്ല ഗായകരുണ്ട്. ഒരുപാട് ഗായകര്. ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ ചാനലിലേക്ക് ഓരോരുത്തരെ കൊണ്ടുവന്നാലും. അല്ല, തീർച്ചയായിട്ടും അത് കൊണ്ടുവരണം. കാരണം നേരത്തെ ഇവിടെ ഒരു റേഡിയോ നിലയം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോന്നുള്ള എനിക്കറിയത്തില്ല. കുവൈറ്റിൽ ഒരു റേഡിയോ FM ചാനൽ. അവരെന്നെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചോദിച്ചാറല്ലേ, അതെ ഞാനിത് ഞങ്ങൾ റേഡിയോ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് പ്രശ്നം, അല്ല എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അല്ല സാറേ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റേ ഉള്ളൂ. അത് എന്നോട് പറയണ്ടേ, നാളെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞു ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാം.
എന്നിട്ട് അവര് പഴയ കാലങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ 84 മുതൽ നാടകത്തിലൂടെയാണ് ഈ അത് മാത്രമല്ല 84 ഞാൻ തിരുവനന്തപുരം ആകാശവാണി റേഡിയോ നിലയത്തിലൂടെയാണ് എൻ്റെ കഴിവിനനുസരിച്ചിട്ട് എനിക്ക് അന്നുണ്ടായിരിക്കുന്ന 84 അന്നത്ര പ്രായം ഒന്ന് ആലോചിച്ചോടാം. അപ്പൊ അതിലൂടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ പശ്ചാത്തല സംഗീതം ഒരിക്കൽ ട്രിപ്പിൾ ഡ്രം വായിച്ചുകൊണ്ടാണ് അത് വന്നത്, ചെണ്ട വായിച്ചുകൊണ്ടാണ്. ആ റേഡിയോ നാടകം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. അന്നത്തെ റേഡിയോ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ നാടകം അഭിനയിക്കല്ലോ, നമ്മള് വോയിസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ വട്ടമേശയാണ്, ഇതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന പോലെ വട്ടമേശയാണ്. അതിനകത്ത് ഒരു 7 മൈക്കുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ലൈവായിട്ടാണ് വായിക്കുന്നത്. നാടകത്തിന്റെ ഡയലോഗ് പറയുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഇതിനകത്ത് നമ്മൾ വായിക്കുന്നു. അങ്ങനെ പോകുന്നതാണ് അന്നത്തെ കാലത്ത്. 84 റേഡിയോ നിലയത്തിലുള്ള നാടകം എന്ന് പറയുന്നത്, റേഡിയോ നാടകം. അന്ന് ഈ പറയുന്ന കൃഷ്ണൻ നായർ സാറാണ് എന്റെ ജീവിതത്തിന്റെ ഒരു വഴികാട്ടി എന്ന് പറയാം. തീർച്ചയായിട്ടും. എന്തായാലും ഈ വിഷുവിനെ ഓണം എന്ന് പറഞ്ഞ ഈ വിഷുവിനെ അദ്ദേഹത്തിന് നമുക്ക് നമ്മുടെ പുതിയ പാട്ട് തീർച്ചയായിട്ടും ഞാൻ നമസ്കരിക്കാം. അതുപോലെ തന്നെ നല്ല മധുരമായ ഒരു പായസം ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നാലും ഇപ്രാവശ്യത്തെ ഈ പാട്ടും ജോയിച്ചേട്ടന്റെ ആൽബം ഹിറ്റ് ആവട്ടെ. ഈ നല്ലൊരു മധുരത്തോട് കൂടിയിട്ട് നമുക്ക് ഇതിന് എന്താ പറയാ അവസാനിക്കാം. മധുരം കഴിച്ചിട്ട് നമുക്ക് അവസാനിക്കാം. ആയിക്കോട്ടെ. ഒരുപാട് സന്തോഷം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു.